പ്രിയമുള്ളവരെ, ആ സമ്മേളനം ഒരു അടയാളപ്പെടുത്തലായി മാറിയപ്പോൾ ആ സമ്മേളനത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളാണ് വിഖായ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങളാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ മജ്‌ലിസിൽ ദുആ ചെയ്യുമ്പോൾ എടുത്തു പറയുന്ന ഒരാളുകളാണ് വിഖായ എന്നുള്ളത്. സമസ്തയുടെ നീലപ്പട്ടാളം, സമസ്തയുടെ കാവൽ ഭടന്മാര്, സയ്യിദുൽ ഉലമയുടെ പ്രിയപ്പെട്ട മക്കൾ, അങ്ങനെ തന്നെ പറയാം. അതാണല്ലോ തങ്ങൾ ഉസ്താദ് സമാപന സമ്മേളനത്തിൽ പോലും അവിടുത്തെ പ്രഭാഷണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴും അതിൽ പ്രത്യേകമായി പ്രാമുഖ്യം കൊടുത്ത് പറഞ്ഞൊരു കാര്യമാണ് വിഖായയുടെ പ്രവർത്തകന്മാരെ കുറിച്ച്. അത് മതി അവർക്ക് വന്നരായ തങ്ങൾ ഉസ്താദിന്റെ ആ ദുആ മതി അവർക്ക്. അതിനു വേണ്ടിയിട്ടാണ് അവരതിനൊക്കെ പ്രവർത്തിക്കുന്നതെന്നറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ചില വളണ്ടിയർമാരെ ഞാൻ ചില വളണ്ടിയർ, എന്റെ അനുഭവമാണ് പറയുന്നത്, ചില വളണ്ടിയർമാരെ കാണുമ്പോൾ അവരോട് ഞാൻ സലാം പറയും. എന്തിനാന്നറിയോ? അവരെ കൈ പിടിച്ച് സലാം പറയുന്നത് അവരുടെ ഇടയിൽ അവരുടെ ദുആയിൽ ഒരു ഇടം കിട്ടാനാണ്. അവർ നല്ല മനുഷ്യന്മാരാണ്. അവരവരുടെ ജോലികളൊക്കെ ഒഴിവാക്കി, അവരുടെ പണികളൊക്കെ ഒഴിവാക്കി, എത്രയോ നീറുന്ന യാതനകളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടായിട്ട് പോലും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഖിദ്മത്തെടുക്കാൻ വന്ന ഖാദിമീങ്ങളാണ് ബഹുമാനപ്പെട്ട വിഖായയുടെ വളണ്ടിയർമാർ. അവരെ പറയേണ്ടതാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടവരാണ് നമ്മളൊക്കെ. നിങ്ങൾ ദുആ ചെയ്യണം അവർക്ക് വേണ്ടി. കാരണം സമസ്തയുടെ സമ്മേളനത്തിൽ ഒരുപാട് മഹാനതന്മാരായ സ്വാലിഹീങ്ങൾ, ഒരുപാട് മഹാനതന്മാരായ ആലിമീങ്ങളും ആബിദീങ്ങളും സാദാത്യങ്ങളും സ്വാലിഹീങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ ആ പങ്കെടുക്കുന്ന വേദിയിൽ അവർക്കും എന്ത് ചെയ്യണം? ആ സദസ്സിൽ ഒന്ന് കൂടാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. അവരെ നാടുകളിൽ നിന്ന് പല വിഖായയുടെ പ്രവർത്തകന്മാരെ നാടുകളിൽ നിന്ന് പലരും ക്യാമ്പിൽ വന്നു, സമ്മേളനത്തിന് വന്നു. പക്ഷേ അവരോടൊപ്പം ഇരിക്കാൻ ആ പ്രിയപ്പെട്ട വിഖായയുടെ വളണ്ടിയർമാർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ? ഒരുപക്ഷെ അവർക്ക് സ്റ്റേജിന്റെ ഭാഗത്തായിരിക്കും വർക്ക് ഉണ്ടാകുക, ഒരുപക്ഷെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാഗത്തായിരിക്കും, ഒരുപക്ഷെ അവർക്ക് ട്രാഫിക്കിലായിരിക്കും, ഒരുപക്ഷെ അവർക്ക് മറ്റുള്ള ഇടങ്ങളിലായിരിക്കും അവരുടെ ഡ്യൂട്ടി ഉണ്ടാവുക. എന്താണോ വിഖായയുടെ നേതാക്കന്മാർ അവരോട് പറയുന്നത് അതപ്പാടെ സ്വീകരിച്ച് വെയിലുകൊണ്ട് ചില സമയങ്ങൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ദാഹിക്കുന്നുണ്ടാവും, വിശക്കുന്നുണ്ടാവും. പക്ഷെ ഞാനിവിടെ നിന്നെങ്ങാനും മാറി നിന്നാൽ സമസ്തയോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതെന്തെങ്കിലും തെറ്റാകുമോ എന്ന് പേടിച്ചിട്ട് അവരുടെ സുഖങ്ങളെ മറന്ന പ്രിയപ്പെട്ട വിഖായ, അവരുടെ ആഗ്രഹങ്ങൾ ഒഴിവാക്കി വെച്ച പ്രിയപ്പെട്ട വിഖായ, ഒരുപക്ഷെ ഭാര്യക്കൊന്ന് ഫോൺ വിളിച്ചിട്ട് മക്കൾക്കൊന്ന് ഫോൺ വിളിച്ചിട്ട് സുഖവിവരങ്ങൾ അറിയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവരെപ്പോഴും അവരുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിലായിരിക്കും, സേവന നിരതരായിരിക്കും അവരുണ്ടാവുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയോ ആളുകൾ സമ്മേളനത്തിൽ തടിച്ചുകൂടിയപ്പോഴും അവിടൊക്കെ ബാരിക്കേഡ് കെട്ടി അതിനെ, കാരണം ഉസ്താദുമാരൊക്കെ പോകുന്ന വഴികൾ അതിന് പ്രത്യേകമായി ഒരുക്കിയ വഴികളിലൊക്കെ ബാരിക്കേഡ് കെട്ടി സജ്ജമാക്കിയെങ്കിലും ആ ഭാഗങ്ങളിലെല്ലാം കാവൽ ഭടന്മാരെ പോലെ നിന്നവര് എത്ര എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ വിഖായയുടെ വളണ്ടിയർ ഇതെടുക്കി എന്ന് പറഞ്ഞ് അവരോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു മടിയില്ലാതെ അതൊക്കെ ചെയ്യുന്നവർ. എന്റെ പ്രിയപ്പെട്ടവർ, അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളൊക്കെ സമ്മേളനം കഴിഞ്ഞ് നാട്ടിലേക്ക് എല്ലാവരും തിരിച്ചപ്പോഴും എന്റെ പ്രിയപ്പെട്ട വിഖായയുടെയും തലവയുടെ ആളുകൾ അവിടെ നിൽക്കുകയാണ്. ഫുള്ള് വൃത്തിയാക്കി എല്ലാം ക്ലീനാക്കി നമ്മുടെ നേതാക്കന്മാർ തന്നെ അതിനെ മാതൃക കാണിക്കാൻ അവരും പോകാതെ SKSSFന്റെ ഞാൻ ഓർത്തുപോലെ കരുത്തുറ്റനായ നേതാവ് OPM അഷ്റഫ് സാഹിബിനെ പോലെ, യമാൻ ഉസ്താദിനെ പോലെയുള്ള, പിന്നെയും ഒരുപാട് റഷീദ് ഫൈസി ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ, പേരെടുത്തവർ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ എന്റെ ഓർമ്മയിൽ വന്നത് മാത്രം പറയുന്നത് മാത്രം. ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം, അള്ളാഹു അവിടെ ഡൈവറടക്കം, അങ്ങനെ എത്ര ആളുകൾ ഓർത്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ, അവരുടെ നേതൃത്വം, അവരുടെ പ്രവർത്തനം അൽഹംദുലില്ലാഹ് അതിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് അതേ സമസ്തക്ക് വേണ്ടി ഖിദ്മത്തെടുത്ത പ്രിയപ്പെട്ട വിഖായയുടെ വളണ്ടിയർമാർ, അവര് നിങ്ങൾ മറക്കരുത്. എല്ലാ കാര്യത്തിലും അവർ സന്നദ്ധമാണ്. ഇനി പരിശുദ്ധ റമദാൻ വരികയാണ്, ആ വിഖായയുടെ പ്രവർത്തനം വീണ്ടും തുടരുകയാണ്. ഇഫ്താർ ടെന്റുകൾ ഉണ്ടാക്കി ഓരോ മേഖലകളിലും അതേ
യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനം, ഇതൊക്കെ നമ്മുടെ വിഖായുടെ പ്രവർത്തകന്മാർ ചെയ്യുന്നതാണ്. അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല, അവരെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ദുആയാണ്, അവരുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട വിഖായുടെ പ്രവർത്തകന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾ പറയണം, എത്രയോ ഭാഗ്യം ലഭിച്ചവളാണ് നീ. നിങ്ങളെ മാതാപിതാക്കളോട് പറയണം, ഉമ്മ ഉപ്പ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. എന്തിന്റെ പേരിൽ? നിങ്ങൾ പറയണമെന്നുള്ള നിലക്ക് മാത്രമല്ല ഇത് പറയുന്നത്. ഞാൻ അത്തരം വിഖായുടെ പ്രവർത്തകന്മാരെ കുടുംബങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പറയാൻ, മഹാഭാഗ്യം ലഭിച്ചവരാ നിങ്ങൾ. കാരണം ഒരുപാട് മഹാനുതന്മാരുടെ ദുആയിൽ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക്, ഒരുപക്ഷെ വിഖായുടെ വളണ്ടിയർമാരുടെ ഭാര്യമാർ, ഉമ്മമാർ, ഉപ്പമാരെ, നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ഉപ്പ വലിയ ഭാഗ്യം ചെയ്തവരാ. കാരണം അൽഹംദുലില്ലാഹ് പ്രവർത്തനത്തിന് വേണ്ടി നേതൃത്വം വഹിച്ചവരാ. എത്രയോ മഹാനുതന്മാരെ ദുആയാ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ മഹാസമ്മേളനത്തിന്റെ സമാപന ദിവസത്തിൽ വന്യരായ തങ്ങൾ ഉസ്താദ് പോലും എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അംഗീകാരമാണ്. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ.